ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭയങ്കര നോയ്സാണ്, കാരണം നമ്മുടെ വർക്ക്ഷോപ്പിലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ ഇന്ന് പണിയൊന്നും ഇല്ലല്ലോ, എനിക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എൻ്റെ കമ്പനിക്കാരുള്ളതായിട്ടുള്ള പണിക്കാരൻ ചേട്ടന്മാരൊന്നും ആരും വന്നിട്ടും ഇല്ല. പാലക്കാട് നിന്ന് കുറച്ച് പേര് വന്നവരാണുള്ളത്. അപ്പം നമ്മുടെ ഇവിടെ ഒരു 407 കിടപ്പുണ്ട്, കുറേ വർഷമായി നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ അവനൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇങ്ങനെ ആലോചന നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമം നടത്താൻ വേണ്ടി ഇന്ന് പരീക്ഷ നോക്കണമല്ലോ. അപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ട് ടെർമിനലൊക്കെ ഒപ്പിച്ച് സ്റ്റാർട്ടറിലൊക്കെ കൊടുത്ത് ബാറ്ററിയെ ത്രൂ കൊടുത്തപ്പോൾ ഈ ജന്മം ചെയ്താൽ കറങ്ങുന്നില്ല. ഇതെന്നെ ഇടപാടാ, ഇങ്ങനെ അടച്ചോണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പെട്രോൾ വേണ്ടി മച്ചാനൊക്കെ ഈ സ്കൂട്ടറിൻ്റെ സ്റ്റാർട്ടറിൻ്റെ ഇടയ്ക്ക് ഒരു ഇത് കാണിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഇഞ്ചൻ ക്രാങ്കാവുന്നു, കറങ്ങുന്നു. അപ്പം ഞാൻ ബാറ്ററിയൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ ജസ്റ്റ് ചുമ്മാ നോക്കിയതാണ്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ആവുമോ എന്നറിയത്തില്ല. ഏതായാലും ഡീസലിൻ്റെ ലൈനൊക്കെ ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് റെഡിയാക്കിയിട്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ടൊരു കോൾഡ് സ്റ്റാർട്ടിൻ്റെ വീഡിയോ അല്ലിത്. ഓക്കെ, പക്ഷേ എന്നാലും ഇവൻ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമായിരുന്നു. പൂർണ്ണമായിട്ട് കോൾഡ് സ്റ്റാർട്ടിൻ്റെ വീഡിയോ ഒന്നുമല്ല. അപ്പം ഞാൻ ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടെർമിനലൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഹെൽപ്പർമാരാരുമില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ സ്വന്തം നമ്മുടെ അനിയച്ചാർ, അവന് വീട്ടിലാണ്. അവനെ വിളിച്ചാലും ഞങ്ങൾ വീഡിയോ കോൾ വഴിയാണ് ഞങ്ങൾ ചുമ്മാ സ്റ്റാർട്ടാകുമെന്ന് അവൻ പറഞ്ഞു, വേടാ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ചെറുക്കൻ്റെ പേര് ചെറുക്കടവാണ്, അവൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ഇപ്പം ആളിപ്പം നഴ്സിംഗ് പഠിക്കുന്നു, ഞാനിപ്പോൾ ഡിഗ്രി ബോട്ടണി പഠിക്കുന്നു. CMS കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്, കോട്ടയത്ത്. അപ്പം ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, വർക്കൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാനിവിടെ വന്നതാണ്. ഞാൻ നമ്മുടെ വണ്ടിയുടെ അവസ്ഥയൊക്കെ കാണിക്കാം. അപ്പം ഞാൻ ക്രാങ്കാന്നൊന്ന് കാണിച്ചറിയാം ഇപ്പം ജസ്റ്റ്, എന്നിട്ട് ബാക്കി നോക്കാം. ലൈനൊക്കെ ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ ഇഞ്ചൻ ഒക്കെ ഇരിക്കുന്നത്. ബാറ്ററി ഞാനൊരു ലോറിയുടെ 135 ആമ്പിയറിൻ്റെ ഒരു ബാറ്ററി കൊണ്ട് വെച്ചിട്ടുണ്ട്, വയറൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ നമ്മുടെ ഡൈനാമോയുടെ ഇതിലാണ് ഞാൻ ഇത് ഇറത്ത കൊടുത്ത് വെച്ചിരിക്കുന്നത്. സ്റ്റാർട്ടറെല്ലാം ലൈനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യുന്നു. നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാൻ പോകണം. നെഗറ്റീവ് ടെർമിനൽ ഞാൻ കണക്ട് ചെയ്യുന്നു. ഇനി എൻ്റെ ഇതേണ്ട ഒരു പോയിന്റ് സ്ക്രൂ ഡ്രൈവർ ഇരിപ്പുണ്ട്. ഞാനപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് നമ്മുടെ ഈ സ്റ്റാർട്ടറിലോട്ട് കാണിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഇതേണ്ട ക്രാങ്ക് പുള്ളി ഇത് കറങ്ങുന്നത് കാണാൻ സാധിക്കും. ഞാൻ ആദ്യം ഇവനെ ഒന്ന് നമ്മുടെ ക്രാങ്ക് പുള്ളി കറങ്ങുന്നുണ്ട്. ഡീസൽ സഖ്യമാണ് ശ്രമം നടന്നത്, ഡീസൽ ലെയറാണ്. അപ്പം വേറെ നമുക്കൊന്ന് ലൈൻ കൊടുത്ത് നോക്കാം. സ്റ്റാർട്ട് ആയാലും ഇല്ലേലും നമ്മുടെ വീഡിയോ നമ്മുടെ ഇതിനകത്ത് ഇടുന്നതാണ്. നമുക്ക് വലിയ പരിചയമില്ല. ഇനിയിപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ റെഡിയാക്കി ആയിട്ട് നമ്മളിത് ഉറപ്പായിട്ടും സ്റ്റാർട്ടാക്കുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആകം. എല്ലാം പോയി കിടക്കാൻ ഡോർപാടൊക്കെ, ഡോറൊന്നും ഇല്ല, ഡോറൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് തുറന്നത്. ഫുട്ബോളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ കുറേ പാട്ടയൊക്കെ വാരിയിട്ടിരിക്കുകയാണ്. എൻ്റെ ലിഫ്റ്റ് പമ്പൊക്കെ പോയി, ഞാനൊന്ന് അഴിക്കാൻ ലിഫ്റ്റ് പമ്പൊക്കെ പോയി. ഗിയർ ലിവറാണ് എൻ്റെ ഈ കമ്പോയിൽ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വാരി ക്ലീൻ ചെയ്തിട്ട് ബാക്കി നിങ്ങളെ കാണിക്കാവുന്നതാണ്. നമ്മുടെ ലിഫ്റ്റ് പമ്പിൻ്റെ സൈഡാണ്. ലിഫ്റ്റ് പമ്പ് പറഞ്ഞാൽ കാണാൻ അതിൻ്റെ ടോപ്പെല്ലാം പോയിരിക്കുകയാണ്. ലിഫ്റ്റ് പമ്പിൽ പോയി അപ്പം ലൈനൊക്കെ ഒന്ന് അഴിച്ച് ത്രൂ കൊടുക്കാൻ പോവാണ്. അത്രയും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളത്, ത്രൂ കൊടുത്തിടാം. ബാക്കി തന്നെ ഇതൊക്കെയാണ് ഇഞ്ചിൻ്റെ അവസ്ഥകൾ. മൊത്തം ഏരിയ കയറി ചുക്കീരം പിടിച്ച് കിടക്കുകയാണ്. നല്ല വണ്ടിയായിരുന്നു, ബോഡി കെട്ടാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഈ അവസ്ഥയായിപ്പോയി. ഇത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ചിലപ്പോൾ ഒറ്റയാൾ കോൾഡ് സ്റ്റാർട്ട് ആയിരിക്കാം. സ്റ്റാർട്ട് ആയെങ്കിൽ, ഇല്ലെങ്കിലും കോൾഡ് സ്റ്റാർട്ട് ശ്രമമായിരിക്കാം. ഓക്കെ, അപ്പോൾ കൈസ് ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഒത്തിരി കാണിക്കാത്തതാണ്. നമ്മുടെ ലൈനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പമ്പയിലോട്ട് നമ്മൾ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ഒന്ന് ബുക്ക് കെട്ടി വെച്ചാൽ നേരെ പമ്പിനകത്ത് ഡീസൽ ചെയ്യുന്നുള്ളൂ. ഡീസൽ ടൈറ്റായി നിൽക്കുകയാണ്. ഇതിപ്പോൾ ഞാനൊന്ന് കെട്ടി വെക്കട്ടെ. ഓ ഗൈസ്, കണ്ടിട്ട് പമ്പ് ലീക്കാണെന്ന് തോന്നുന്നു ഗൈസ്. എവിടുന്നോ ലീക്ക് ഉണ്ടാകുന്നുണ്ട് ഗൈസ്. ഏതായാലും ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഗൈസ്. ഓ ഗൈസ്, ആ പുകയൊക്കെ വന്നു തുടങ്ങിയതാണ്ട്. കമ്പഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഡീസൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ക്രാങ്ക് ചെയ്ത് കാണിക്കാം. ഓ ഗൈസ്, നമ്മുടെ വീഡിയോ ഇപ്പോൾ തൽക്കാലം നിർത്തേണ്ടി വരും. നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഇറക്കും. ഡീസലൊക്കെ കറക്റ്റായിട്ട് ചെല്ലുന്നുണ്ട്, പക്ഷേ
ഡീസൽ ലീക്കാണ്, അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ ബൈ.